ദിവസമായി എറണാകുളം നഗരത്തിൽ ഓൺലൈനായി ഓട്ടോറിക്ഷകൾ ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഈ 5 ദിവസവും ഇവർ ഓട്ടം ഓടാൻ സാധിക്കുന്നില്ല. അവരുടെ വരുമാനവും നിലച്ച് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഓൺലൈൻ ഓട്ടോറിക്ഷയുടെ സ്വതന്ത്ര സംഘടനയായ ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. എന്താണ് അവരുടെ പ്രശ്നമെന്ന് നമുക്ക് ഒരിക്കൽ കൂടി അവരോട് ചോദിച്ചു നോക്കാം. കഴിഞ്ഞ 5 ദിവസമായിട്ട് നിങ്ങൾ വാഹനം ഓടുന്നില്ല അല്ലേ? ഇപ്പം 5 ദിവസമായിട്ട് ഓടുന്നുണ്ട്. നമ്മുടെ പറഞ്ഞേക്കണത് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ MBD വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് ഓടുന്ന ഓട്ടോറിക്ഷ എടുത്ത് ഇങ്ങനെ തടഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്ക് ജില്ലാ പെർമിറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് പെർമിറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റാൻഡ് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്നൊരു ഓട്ടം നമ്മളെടുത്ത് കലൂരേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കലൂരിൽ നിന്ന് നമുക്ക് റിട്ടേൺ എടുക്കാൻ പാടില്ലെന്ന് അവർ പറയണേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഓടുന്ന പറഞ്ഞാൽ നമുക്ക് 1 സൈഡ് പൈസയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങളിപ്പോൾ 4 വർഷത്തോളമായി വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ നിലവിൽ പഴയ വണ്ടികളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അന്നും വണ്ടിക്ക് CC ഉണ്ടായി, ഇപ്പോഴും വണ്ടിക്ക് ഇപ്പോൾ പുതിയ വണ്ടി എടുത്തപ്പോൾ മാസം 9,000 രൂപ അടവാണ് ഈ വണ്ടിക്ക്. അപ്പോൾ ഈ ഓൺലൈൻ ഓട്ടം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്തേക്കണേ. ഞങ്ങളൊരു 1500ഓളം തൊഴിലാളികളുണ്ട് നിലവിൽ ഇവിടെ. അതിലൊരു 900 വണ്ടികളൊക്കെ ഈ ബജാജും ഈ ആപ്പ് പോലത്തെ പുതിയ വണ്ടികളാണ്. എല്ലാവരും ഈ 9,000 രൂപ വെച്ച് മാസം അടവുള്ള വണ്ടികളാണ്. അപ്പം നിലവിൽ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് വന്നങ്ങനെ പെട്ടെന്ന് MBD വന്നിട്ട് ഇങ്ങനെ വണ്ടി പിടിച്ചിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ 3000 രൂപ വെച്ച്, അതായത് പെർമിറ്റ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് 3000 രൂപ വെച്ച് നമുക്ക് പിഴ ചുമത്തുന്നുണ്ട്. അത് മുതലെടുത്തോണ്ടാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡിൽ, അതായത് ഇപ്പോൾ നമ്മൾ കളമശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടം ആസ്റ്ററിലേക്ക് പോകണം, ഇല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റലിൽ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കാലിക്ക് വരണമെന്നാണ് പറയുന്നത്. അവിടുന്ന് ഓട്ടോ എടുക്കാൻ പാടില്ല. അതായത് അവിടുന്ന് ഓട്ടോ നമുക്ക് എടുത്ത് നമ്മൾ അഥവാ ഓട്ടോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ MBD പിടിച്ചാൽ 3000 രൂപ ഫൈന്. പിന്നെ അവരുടെ ഓട്ടോറിക്ഷക്കാർ നമ്മളെ തടഞ്ഞിട്ട് ആളെ ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടാകുകയാണ്. അപ്പോൾ നമുക്ക് ജില്ലാ പെർമിറ്റും നമുക്ക് ഈ പെർമിറ്റൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഓൺലൈനായിട്ട് പോലും ഓട്ടോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒട്ടും ഓടാൻ പറ്റില്ല. ഇപ്പോൾ 5 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ വണ്ടി എങ്ങും നിർത്തിയിടാൻ നമുക്ക് പേടിയാണ്. ഇപ്പോൾ വന്ന് MBD വന്ന് ചോദിച്ചാൽ നീ ഇവിടെ കിടക്കണമെന്താ, നിനക്കിവിടെ പെർമിറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പറയാൻ മറുപടിയില്ല. ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും, സമാധാനം ഇല്ലാത്തൊരു ജീവിതത്തിലാണ് പോണത്. ഇത് അന്നന്ന് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ CC ഉള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പരിതാപകരമായിരിക്കും. CC ഇല്ലാത്തവരാണെങ്കിൽ പോലും എത്ര കാശിന് ഓടിയാലും പിറ്റേന്ന് അവൻ്റെ വീട് പട്ടിണിയാണ്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ലെന്ന് തോന്നില്ല. ആരോട് ചോദിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകണമെന്ന് പോലും അറിയില്ല. കാരണം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞങ്ങളുടെ പെർമിറ്റ് ഇപ്പോൾ ഈ ഒരു യൂണിയൻ തന്നെയാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് ഇപ്പോൾ ഈ കളിയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ പെർമിറ്റ് പറൂരാണ്. ഞാൻ പറൂരുള്ളതാണ്, പട്ടണംകാവിലാണ്. അവിടെ ഒരു വണ്ടി ഓടിയാലും ഒരു ദിവസം ചിലപ്പോൾ 500 രൂപ 400 രൂപയ്ക്കാണ് കിട്ടണത്. അത് വീട്ടിൽ നമ്മൾ CC അടക്കണം. എനിക്ക് 8,000 രൂപ CC അടക്കണം 3-ാം തീയതി വരുമ്പോൾ. ഇത് അവിടെ കിടന്ന് ഓടിയാൽ CC മാത്രം അടക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിനൊരു മിഠായി പോലും മേടിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ 5 ദിവസമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ പേടിയാണ്. എവിടെയെങ്കിലും കിടന്നാലും ഒരു പുറയിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3000 രൂപ അടക്കണമെങ്കിൽ പിന്നെ 2000 രൂപ കടം മേടിക്കണം. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാര്യം നമ്മൾ പണി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ നമുക്ക് ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും കൂടുതൽ എനിക്കറിയില്ല. ആ ഒരു ധർമ്മസങ്കടത്തിലാണ്. നിങ്ങൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യം എത്തിയിട്ടുണ്ടോ? ഇതുവരെ അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടില്ല. ഇനി നാളെ എന്താവും എന്നുള്ളതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇരട്ടി തപ്പി നിൽക്കുകയാണ്. ഇനി നാളെ എന്ത് ചെയ്യും എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടുമില്ല. ബാക്കി നമ്മളുടെ ഗ്രൂപ്പ് അംഗങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലിരിക്കും. എല്ലാ ദിവസവും രാവിലെ നിങ്ങളിവിടെ വരും, ഓടാൻ പറ്റത്തില്ലല്ലേ? അപ്പം അതാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത്. ഈ ഓൺലൈൻ ഓട്ടോറിക്ഷ യൂബറൊക്കെ ഓടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3.5 വർഷക്കാലമായി. ഇതുവരെ ഇല്ലാത്തൊരു നിയമമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അന്യജില്ലാ ഓട്ടോറിക്ഷകൾ ഇവിടെ വന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളിൽ നിന്നും അവരവർക്കൊരു സ്റ്റാൻഡ് അനുവദിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് എടുക്കുക, നിർദ്ദിഷ്ട സ്ഥലത്ത് പോവുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ എവിടെ കൈ കാണിച്ചാലും നമുക്ക് ട്രിപ്പ് എടുക്കാം. അതാണ് നിയമം. പക്ഷെ അവർ ആ നിയമം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്കുന്ന് ട്രിപ്പ് എടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അത് മിക്കവാറും ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ആരോ ഇതിനെതിരെ ശക്തമായ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ഓട്ടോറിക്ഷകൾ ജില്ലാതിർത്തി വിട്ട് ഇവിടെ വന്ന് ഓടുന്നു. എറണാകുളം ജില്ലയിലും തൃശ്ശൂരും മാത്രമേ ഓൺലൈൻ ഓട്ടോറിക്ഷ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഓട്ടോ ഉള്ളത് എറണാകുളത്ത് മാത്രമാണ്. അപ്പോൾ എറണാകുളത്തേക്കാണ് ഏറ്റവും കൂടുതൽ. മലപ്പുറം പോലെ തിരുവനന്തപുരം പോലെ പിന്നെ ഇടുക്കി ഉടുമ്പൻചോലയെന്ന് വരെ വണ്ടി ഇവിടെ വന്ന് ഓടുന്നുണ്ട്. അതാണ് ഇല്ലീഗലായിട്ടുള്ളത്. അതിനെതിരെ പരാതി കൊടുത്തിട്ട് ആ പരാതിക്കെതിരെ നടപടിയെടുക്കുന്നത് ഈ ജില്ലയിൽ ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയാണ്.
അത് മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്നുകൊണ്ട് കളിക്കുന്ന കളി തന്നെയാണത്. അവസ്ഥ വളരെ പരിതാപകരമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നാട്ടിൽ സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ എടുത്ത്, പ്രവാസിയായിരുന്നു, സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ എടുത്ത് തൽക്കാലം ഓടാമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ അപ്പോൾ അതുമില്ലാതെയായി, ഓടാനും പറ്റാത്ത അവസ്ഥ. ആ നാട്ടിൽ ഇതിനേക്കാൾ സൗകര്യമാണ്. സ്വന്തം നാട്ടിൽ വന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്താ അർത്ഥം നമ്മൾ ഇവിടെ ജീവിക്കണതിൽ? ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും പരിഹാരം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും പട്ടിണിയാവും. ഇപ്പോൾ ഇതേപോലെ ഇവിടെ വട്ടം കൂടിയിരിക്കുന്നവർ നാളെ MVDയുടെ ഓഫീസിലോ അല്ലെങ്കിൽ RTOയുടെ അടുത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഓഫീസിലോ ഇതുപോലെ കുത്തിയിരിക്കേണ്ടവരെയൊക്കെ എത്തും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് മരിക്കും. അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. കാരണം വാടകയ്ക്ക് ഒരുപാട് ആൾക്കാർ കിടക്കണവരുണ്ട്. വണ്ടി ഒരുപാട് പേര് ഇതിനൊക്കെ എടുത്ത് വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്നവരുണ്ട്. മറ്റൊരു ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ അത് സാധിക്കില്ല. എന്താണ് അതിൻ്റെ അവസ്ഥ? ഈ കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാസിയാണ് ഞാനും. ഇത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴും നമ്മൾ ഇവിടെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും വരുമ്പോൾ ഇത് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ കടവും വിലയും എല്ലാം ചെയ്തും പണയും ഒക്കെ ചെയ്തിട്ടൊക്കെ ഓരോ വണ്ടികളെടുത്ത് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഉള്ളവർ തന്നെ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ മാറിയ കാലത്താണ് ഈ ഡിജിറ്റൽ കാലത്ത് ഓൺലൈൻ സർവീസുകൾ അതിന് മുൻഗണന നൽകി വരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്രയും ആളുകൾ, ഒരു 500-ലധികം ആളുകളാണ് ഇത്തരത്തിൽ ഓൺലൈൻ സർവീസിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. 4 വർഷമായി ഒരു പ്രശ്നവുമില്ലാതെ ഓടുകയായിരുന്നു. അവരുടെ വരുമാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഓട്ടോറിക്ഷ ഓടാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് സ്റ്റാൻഡ് പെർമിറ്റ് ഉള്ളവർക്ക് ഓടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ ഓട്ടം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടെയാണ് ഇവരെല്ലാവരും ഇവിടെ കൂടി നിൽക്കുകയാണ്. തങ്ങൾക്ക് ആരുടെ അരികിൽ പോകണം, പരാതിയുമായി പോകണം, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും, ആര് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഫോക്കസ് ന്യൂസ് TV ഈ വിഷയം പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഓൺലൈൻ സർവീസുകൾ, ഓട്ടോറിക്ഷ സർവീസുകൾ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സഹായകരമായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്തണമെന്നാണ് പറയാനുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.